ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് +1 യൂണിറ്റ് 6ലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സൈബർ സ്പേസ്. ദ സൈബർ സ്പേസ് അല്ലേ, സൈബർ സ്പേസ് എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത് എസ്തർ ഡൈസൺ എന്ന് പറയുന്ന ആളാട്ടോ. എസ്തർ ഡൈസന്റെ ഈ സൈബർ സ്പേസിലേക്ക് നമുക്ക് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഒരു ഷോർട്ട് ആയിട്ട് നമുക്ക് ഒരു 3 പാരഗ്രാഫിൽ പഠിച്ചു തീർക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പൊ എസ്തർ ഡൈസൺ ഡിഫൈൻ സൈബർ സ്പേസ് ആസ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ്. അതൊരു വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഇതിനെ കാണുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്, ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി കച്ചവടം നടത്തുന്നത് പോലെയാണ് ശരിക്കും നമുക്ക് ഈ പിന്നെ സൈബർ സ്പേസിനെ കാണേണ്ടത്. അതായത് നമുക്ക് ഇപ്പൊ ഇത് നമ്മുടെ റിയൽ വേൾഡ് ആണെങ്കിൽ അത് മറ്റൊന്നാണ് ഒരു വെർച്വൽ വേൾഡ് ആണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അൺറിയൽ ആയിട്ടുള്ള, പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് സൈബർ സ്പേസിനെ കാണുന്നത്. വേർ പീപ്പിൾ ക്യാൻ ഇന്ററാക്ട്, അവിടെ ജനങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ആക്സസ് ഇൻഫർമേഷൻ കിട്ടും, എക്സ്പ്രസ് ദംസെൽസ്, അവരെ തന്നെ പരിചയപ്പെടുത്താൻ പറ്റും ഫ്രീലി, വളരെ ഫ്രീ ആയിട്ട്. ഇപ്പം ഇവിടെ ചെയ്യുന്നത് പോലെ അവിടെയും ചെയ്യാൻ പറ്റും. ഷീ എംഫസൈസസ് ദാറ്റ്, അവൾ ഊന്നി പറയുന്ന കാര്യം, ദാറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ടെക് സാവി. അതൊരു സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമുള്ളതല്ല. ടെക് സാവി എന്ന സാങ്കേതിക വിദഗ്ധർ കേട്ടോ. ടെക് സാവി ഈ വേർഡ് പഠിച്ചോളൂ. ടെക് സാവീസിന് മാത്രമുള്ളതെന്നല്ല, എല്ലാവർക്കും പറ്റുന്ന പറയുന്നത്. ഇൻഡിവിജ്വൽസ്, ടെക് സാവി ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു പീപ്പിൾ ഓഫ് ഓൾ ഏജസ്. എല്ലാ ഏജിലുള്ള ആളുകൾ. ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന, നമ്മളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ടെക് അറിയുന്ന ആൾ മാത്രമാണോ? അല്ലല്ലോ, വയസ്സന്മാരും കുട്ടികളും എല്ലാവരും അല്ലേ. ഫേസ്ബുക്ക് ഓൾഡ് ജനറേഷൻ ആണെങ്കിൽ, പഴഞ്ചനാണെങ്കിൽ, ന്യൂജനാണ് ഇൻസ്റ്റ എന്ന് പറയുന്നത് അല്ലേ. ന്യൂജൻ ഉണ്ട്, പഴഞ്ചൻ ഉണ്ട്. ക്ലിയർ? ദെൻ റാദർ ദാൻ ബീങ് നീഷ് കോൺസെപ്റ്റ് അല്ലേ, റാദർ ദാൻ ബീങ് നീഷ് കോൺസെപ്റ്റ്, ഒരു മാഡ കോൺസെപ്റ്റിന് അങ്ങേപ്പുറത്ത് സൈബർ സ്പേസ് ഹാസ് ബിക്കം എസെൻഷ്യൽ പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്. മോഡേൺ ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്? സൈബർ സ്പേസ് മാറിയിട്ടുണ്ട്. അലോയിങ് ഇൻഡിവിജ്വൽസ് ടു കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഇല്ലാണ്ട്, അതായത് ഭൂമി ഉണ്ടാവില്ലേ, ഇന്ന ജോഗ്രഫി പെട്ട അല്ലേ, ഇന്ത്യക്കാർ മാത്രമൊന്നല്ല, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അല്ല കേട്ടോ, ഓൾ ദ വേൾഡ്, WWW അല്ലേ, വേൾഡ് വൈഡ് വെബ്. ഒരു കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടുന്നുണ്ട് എന്നാ പറയുന്നത്. കണക്ട്, കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. ഒരു ഭൂമി ബൗണ്ടറി ഉണ്ടാവില്ല, അങ്ങനത്തെ ലിമിറ്റേഷൻ ഒന്നും അവിടെ ഇല്ലാന്ന്. പിന്നെ ഡൈസൺ വെല്ലുവിളിക്കുന്നുണ്ട് കോമൺ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് സൈബർ സ്പേസ്. ഈ സൈബർ സ്പേസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവെ ആളുകൾക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഒരു പൊതുവായുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. സച്ച് ആസ് ദ ബിലീഫ്, അവർ വിശ്വസിക്കുന്ന ബിലീഫ് ദാറ്റ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് പ്ലേസ്. അതൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്പേസ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഫിൽഡ് വിത്ത് ഹാംഫുൾ ഇൻഡിവിജ്വൽസ്, അവിടെ ഒരുപാട് ക്രൂരമായിട്ടുള്ള ആളുകളുണ്ട്. ഓർ ഒഫൻസീവ് കോണ്ടന്റ്, അവിടെ നിരോധിതമായിട്ടുള്ള കോണ്ടന്റ് ഒക്കെ എവിടെ ഉണ്ട്? നെറ്റിലുണ്ട് എന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ഷീ ആർഗ്യൂസ് ദാറ്റ്, അവൾ പറയുന്നുണ്ട്, സൈബർ സ്പേസ് ഈസ് എ ഫണ്ടമെന്റലി അബൌട്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത്, ഈ ഒരു സൈബർ സ്പേസ് എന്ന് പറയുന്നത് is fundamentally, പ്രധാനമായിട്ട് പറയുന്നത് അബൌട്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം, ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. where users have the power to ചൂസ്. അവിടെ ഉള്ള അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും വാട്ട് ദേ ആക്സസ് ആൻഡ് എൻഗേജ് വിത്ത്. അവർക്ക് എന്താണോ ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്തിലാണോ എൻഗേജ് ചെയ്യേണ്ടത് അല്ലേ, അതൊക്കെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഐ എം ഫോണ്ട് ഓഫ് ഫുഡാണ്. എനിക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡിനൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ഒരു വശം അതിനുണ്ട്, നല്ലതുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു വശം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെറും എല്ലാവരും തെറ്റിദ്ധരിച്ച പോലെ ഹാംഫുൾ ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല എന്നാണ് അവൾ പറയുന്നത്. ദ കീ ബെനിഫിറ്റ്സ് അവൾ പറയുന്നുണ്ട്, യഥാർത്ഥ ബെനിഫിറ്റ് ഷീ ഹൈലൈറ്റ്സ് ഇൻക്ലൂഡ് പ്രൈവറ്റ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. അതിലൂടെയാണല്ലോ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ പറ്റുന്നുള്ള സൈബർ സ്പേസ് കാരണം. ആക്സസ് ടു വാസ്റ്റ് ഇൻഫർമേഷൻ, അത് നമുക്ക് ഒരുപാട് വലിയ വലിയ അറിവുകൾ കിട്ടുന്നുണ്ട്. ആൻഡ് എന്റർടൈൻമെന്റ് അല്ലെ സർവീസസ്, നമുക്ക് നല്ല എന്റർടൈൻമെന്റ് സർവീസസ് ഒക്കെ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ സൈബർ സ്പേസ് കാരണത്താലാണ് പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല ഗെയിമുകൾ കേട്ടോ, വെട്ടിയും കുത്തും മാത്രമല്ല നല്ല ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡൗൺലോഡിങ് കോണ്ടന്റ്, അതുപോലെ നല്ല നല്ല കോണ്ടന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് ഒക്കെ പല ആളുകളും നടത്തുന്നതൊക്കെ ഈ സൈബർ സ്പേസ് കാരണത്താലാണ്. ആൻഡ് ദ ക്രിയേഷൻ ഓഫ് റിയൽ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, അവിടെ റിയൽ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് അല്ലേ. അതായത് ഇപ്പോൾ ഒരേ താല്പര്യം, ഇപ്പോൾ പാട്ടായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെ, അവർക്കൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റി, ഡിസ്കഷൻ, അതിനെക്കുറിച്ച് ഡിബേറ്റ്, അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഈ സൈബർ സ്പേസിലൂടെ ഒരുപാട് അഡ്വർടൈസസ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, എസ്റ്റർ ഡൈസൺ ലാസ്റ്റ് പറയുന്നത് കേട്ടോ. അൾട്ടിമേറ്റ്ലി ഡൈസൺ സീസ് സൈബർ സ്പേസ് ആസ് എ സ്പേസ് അല്ലേ. ഈ എസ്റ്റർ ഡൈസനെ ഈ സൈബർ സ്പേസിനെ കാണുന്നത് എങ്ങനെയാണ്, ആസ് എ സ്പേസ് ഫോർ ഫ്രീ ഫ്രം റിജിഡ് പവർ സ്ട്രക്ചേഴ്സ്. ഒരു ഇടുങ്ങിയ പവർ സ്ട്രക്ചറുള്ള ആളുകൾക്ക് മാത്രമുള്ളതൊന്നല്ല, ഓഫറിങ് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി ഫോം അല്ലെ. അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി ടു ഫോം കമ്മ്യൂണിറ്റീസ്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാനുള്ള അവസരങ്ങളും, ആൻഡ് ഇന്ററാക്ട് വിത്ത് ട്രഡീഷണൽ കൺസ്ട്രെയിൻസ് അല്ലെ. ഒരുപാട് ട്രഡീഷണൽ ഇന്ന കൾച്ചറിൽപ്പെട്ട ആളുകൾ, ട്രഡീഷൻ്റെ അങ്ങനെ ഒരു ബാരിക്കേഡ് ഒന്നുമില്ല, ഇന്ന കൾച്ചറൽ ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അപ്പൊ അവരായിട്ട് കണക്ഷൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ബൗണ്ടറീസോ ലിമിറ്റ്സോ ഒന്നുമില്ല. ആരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വൈൽ അക്നോളജിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് അല്ലെ. എല്ലാവരും പറയണേ എന്നാലും ഇത് പെർഫെക്റ്റ് അല്ല എന്ന് പറയണമെങ്കിൽ ഷീ എൻകറേജസ് പീപ്പിൾ ടു വ്യൂ അല്ലെ. പിന്നെ എസ്റ്റർ ഡൈസൺ പറയുന്നുണ്ട് എന്താ പറയുക പീപ്പിളിനോട്, ടു വ്യൂ ഇറ്റ് ഈസ് ആസ് എ പ്ലാറ്റ്ഫോം ഓഫ് ചോയ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ നെഗറ്റീവ് മാത്രം കാണണ്ട, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണുക. എന്തിനുള്ള ഒരു ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടം അല്ലെ, നിങ്ങളെ ചോയ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണുക. എന്നിട്ടോ പ്ലാറ്റ്ഫോം ഓഫ് ചോയ്സ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, റാദർ ദാൻ എ ഡേഞ്ചറസ് ഓർ നെഗറ്റീവ് സ്പേസ്. ഇതിന് വേണമെങ്കിൽ നെഗറ്റീവായിട്ടും കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവായിട്ടും കാണാൻ പറ്റും. നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടു നോക്കൂ, ഒരുപാട് ഉപകാരങ്ങൾ ഇതിലുണ്ട് എന്നാണ് ആര് പറയുന്നത്, എസ്റ്റർ ഡൈസൺ പറയുന്നത്. ഇതായിരുന്നു ആ ചാപ്റ്ററിന്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. സോ കൂടുതൽ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കല് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ സ്പേസ് ഒക്കെയാണ്. സ്പീച്ച് ഒക്കെ ചോദിക്കാൻ പറ്റും. അപ്പൊ എന്ത് തന്നെ വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന കുറെ പോയിന്റ്സ് ഒക്കെ നമുക്ക് വേറെ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ +2ന്റെ ചാനലും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു വെരി മച്ച്. വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സീ യു ദേർ.